ആദ്യം തന്നെ പറ്റുന്നുണ്ട്. ഉദ്ഘാടകൻ KC പറഞ്ഞു, ശ്രീ സതീശൻ്റെ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോഴേക്ക് കേരളത്തിലൊരു പുതുയുഗം പിറക്കും എന്ന്. അത് പിറക്കും, അതിനുള്ള എല്ലാ പിന്തുണയുമായി ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയലാണ് എൻ്റെ ഡ്യൂട്ടി. ഈ യോഗത്തിൽ ബഹുമാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ സംസാരിക്കേണ്ടതായിരുന്നു, കണ്ണൂരിൽ പ്രസംഗിക്കും, ഇന്ന് പറ്റിയില്ല. ഉറച്ച കാൽവെപ്പുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ എന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങളൊക്കെ, ഈ ഘടകകക്ഷികൾ, ഞങ്ങളുടെ നേതാക്കളെല്ലാവരും ഇവിടെയുണ്ട്. ഈ ജാഥ KC ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സെമി ഫൈനൽ ജയിച്ച ടീമിൻ്റെതാണ്. ജനങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ കാണാൻ ധാരാളം ആള് വമ്പിച്ച ജനക്കൂട്ടം ഇന്നിവിടെ വന്ന് കൂടിയിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. ഫൈനൽ കാണാൻ അത്. കാണികളോട്, ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിരാശപ്പെടേണ്ടി വരില്ല. കപ്പും കൊണ്ട് ഞങ്ങൾ പോവും, യാതൊരു സംശയവും വേണ്ട. ഇതിന് മുമ്പിലൊരു ജാഥ പോയിരുന്നു. കാര്യമായിട്ട് കണ്ടത് ബംഗാളിൽ നിന്ന് വന്നവരെയാണ്, യാത്രയിലൊക്കെ കണ്ടവരെയാണ്. കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ ആളില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. എങ്ങനെ ആളുണ്ടാവുക? എല്ലാം പൊറുക്കാമായിരുന്നു, പക്ഷെ അത് പൊറുക്കാൻ പറ്റൂല. ഏതാത് അയ്യപ്പൻ്റെ പൊന്നു കൊണ്ടുപോയത് പൊറുക്കാൻ കഴിയൂല. പൊന്നു മക്കളെ, അത് ഈ കേരളത്തിലെ ജനങ്ങൾ മാപ്പ് വരും. ഒന്നല്ല, ഒന്നിലധികം പ്രാവശ്യം. ഇതിനു മുമ്പും പരമ്പരാഗതമായുള്ള ജനങ്ങൾ ആദരിക്കുന്ന അയ്യപ്പ നിന്ദ ഉണ്ടായപ്പോൾ ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ പ്രതികരിച്ചു. ഇപ്പോൾ വീണ്ടും ഈ അസംബ്ലി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചു. നേരത്തെ ഇവിടെ വന്നപ്പോൾ ശ്രീ മുരളീധരൻ പ്രസംഗിക്കുന്നത് കേട്ടു, പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് ഇനി നമുക്കൊന്ന് മാറ്റി പാടാം. പോറ്റിയെ ഇറക്കിയേ എന്ന് പാടേണ്ട സ്ഥിതിയായി. എന്തൊരു ക്രൂരതയാണ്! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്യാവോ? ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്, മുമ്പ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ആളുകളുണ്ട്. ശ്രീ സതീശൻ ഈ ജാഥയുടെ ക്യാപ്റ്റൻ, 10-25 വർഷകാലം അസംബ്ലിയിൽ ഇരുന്ന ആളാണ്. എല്ലാം വളരെ പ്രാഗൽഭ്യത്തോടു കൂടി പറയുന്ന ആളാണ്. ആർക്കാ തിരിയാത്തത്? ആർക്കാ മനസ്സിലാവാത്തത്? നിങ്ങളത് ഒതുക്കി തീർക്കുകയാണ് എന്നുള്ളത്. ആ ഒതുക്കി തീർക്കുന്ന വിദ്യയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലൊരു പുതിയ യുഗം പിറക്കുക തന്നെ വേണം. എല്ലാം ബുദ്ധിമുട്ടിലാണ്, ജനങ്ങൾ മൊത്തം ബുദ്ധിമുട്ടിലാണ്. കാസില്ല. നിയമസഭയിലൊക്കെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. വല്ലതിനും വല്ല മറുപടിയുണ്ടോ? ഞങ്ങൾ ഭരിച്ചിരുന്ന, ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന, ആന്റണി ഭരിച്ചിരുന്ന, ഞങ്ങളുടെ UDF ഗവൺമെൻറ്റുകൾ ഭരിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ നേട്ടങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ 10 കൊല്ലം കഴിയുമ്പോൾ ഞാൻ അസംബ്ലിയിൽ എണീറ്റെന്ന് ചോദിച്ചു, ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലും ഒന്നുണ്ടോ? ഞങ്ങളതല്ലാതെ നിങ്ങളതായി നിങ്ങളുണ്ടാക്കിയ എന്തെങ്കിലും ഒരു അടയാളം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചേമ്പ് വായി കുടുങ്ങിയതുപോലെ ബബ്ബാറിനെ അവിടെ അവസാനിപ്പിച്ചു. മറുപടി ഉണ്ടായി. അപ്പോൾ ഇതാണ് കേരളത്തിലൊരു പുതുയുഗ പിറവി ആവശ്യം. ഈ സ്റ്റേറ്റ് ഇങ്ങനെ പോകാൻ പാടില്ല. ഇവിടുന്ന് കുട്ടികൾ നാട് വിടുകയാണ്, പഠിക്കാൻ ഇവിടെ നിൽക്കുന്നില്ല. എങ്ങനെ നിൽക്കും? നേരത്തെ ഇവിടെ KC ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, വിദ്യാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ ഒക്കെ നടക്കുന്ന കാര്യം. അവിടെ എങ്ങനെ പുതിയ തലമുറ നിൽക്കും? അവർക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായ ക്യാമ്പസ് വേണം, പഠിപ്പ് വേണം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ പരിപാടിയുണ്ട്, ചെയ്ത് കാണിച്ചു തരാം. UDF വന്നാൽ മലയോര കർഷകർ, അവർക്കറിയാം ദിവസം ആന ചവിട്ടിക്കൊല്ലുക, സിംഹം പിടിക്കുക, പുലി പിടിക്കുക, അങ്ങാടി കൂടി ആട് പോകുന്ന പോലെ ആന മേഞ്ഞു നടക്കുക. ഇന്നതൊരു വാർത്തയല്ലാതായി മാറി. ഈ കേരളത്തെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ
ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ പരിപാടിയുണ്ട്. പണമില്ല എന്ന് പറയുന്നു, പണമുണ്ടാവും. അതിന് ഉള്ള കഴിവ് ഞങ്ങൾ പ്രകടിപ്പിക്കും. അങ്ങനെ ഓരോന്നും എടുത്തോളൂ, തീരദേശം എടുത്തോളൂ, നാടെടുത്തോളൂ, എല്ലാ കാര്യങ്ങളിലും ഞങ്ങളിവിടെ ഭരിച്ചതല്ലേ. അന്നൊന്നും സാധിക്കാത്തത്, അന്നൊന്നും ഇല്ലാത്ത ദാരിദ്ര്യം ഇവിടെ എങ്ങനെ വന്നു? അന്നൊന്നും ഇല്ലാത്ത ഈ പാപ്പറായ കേരളം, ഒന്നും ചെയ്യാൻ പറ്റാത്ത കേരളം, ഇതിൻ്റെ ഖജനാവ് എങ്ങനെ ഇങ്ങനെ കാലിയായി? ഏതിലെയൊക്കെയാണ് ചോരുന്നത്? ഞാനിപ്പോൾ ഈ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഒരുപാട് പറയേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ ഘടകകക്ഷി നേതാക്കന്മാരൊക്കെ പിറകിലിരിക്കുന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ ഉറപ്പിച്ച് പറയുന്നു, സെമി ഫൈനൽ ജയിച്ചെങ്കിൽ ഫൈനലിൽ ഞങ്ങൾ കപ്പടിക്കും. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും. പുതുയുഗ പിറവി ഉണ്ടാവും. പുതിയൊരു യുഗം പിറക്കണം. ശ്രീ സതീശൻ ഈ ജാഥ നയിക്കുന്നത് അതിന് തന്നെയാണ്. കേരളീയർക്ക്, അവരുടെ കുട്ടികൾക്ക്, അവരുടെ ഭാവി തലമുറക്ക്, അതുപോലെ തന്നെ ഈ മലയാളി ഇന്ത്യയിൽ ഏറ്റവും ലിറ്ററേറ്റായ, ഏറ്റവും എഡ്യൂക്കേറ്റഡായ, ഏറ്റവും അധികം ലോകത്ത് നിറഞ്ഞ് എല്ലാ കഴിവും പ്രകടിപ്പിക്കുന്ന മലയാളികൾക്ക് ഈ 10 വർഷം കണ്ട ഭരണം അത് അവരർഹിക്കുന്നില്ല, അവർക്ക് പറ്റൂല. അതുകൊണ്ട് തന്നെ കാത്തിരുന്നോളി. നിങ്ങളുടെ ടൈം അവസാനിപ്പിച്ചിരിക്കുന്നു, നിങ്ങളെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങളുടെ സമയമാണ്. ജാഥ അവിടെ എത്തുമ്പോൾ അത് കഴിഞ്ഞ് അധികം വൈകാതെ നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലാവിധ ആശംസകളും. ജയ് ഹിന്ദ്. ഈ ജാഥ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുടെ, KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, മുൻ KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല, ഈ ബഹുമാനപ്പെട്ട ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഈ അധ്യക്ഷവേദിയിലുള്ള ഐക്യജനാധിപത്യ മുന്നണി നേതാക്കളെ, സഹോദരി സഹോദരന്മാർ, ഒരു യുഗം പിറക്കാൻ പോകുന്നു. കഴിഞ്ഞ 10 കൊല്ലമായി ഈ രാജ്യത്തെ ഭരിച്ചു മുടിച്ച ഒരു മുന്നണിയുടെ ഭരണം അവസാനിപ്പിക്കാൻ പോകും. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ആ പാർട്ടിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. പയ്യന്നൂരിൽ നടന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം എഴുതിയ പുസ്തകം ആയിരക്കണക്കിന് മിനിറ്റുകൾക്കുള്ളിൽ വിറ്റുപോയി. ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ഇടതുപക്ഷത്തുള്ളവർ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും. കാരണം പാർട്ടിയെ രക്ഷിക്കാനത് ആവശ്യമാണ്. ഇവരധികാരം ഒഴിയണം. നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മലയോരത്തും തീരദേശത്തും എല്ലാം നടന്ന സമരങ്ങൾ, പതിവ് ചട്ടങ്ങളനുസരിച്ച് പട്ടയം കൊടുക്കാതെ ജനങ്ങളെ കബളിപ്പിച്ചവർ, 250 രൂപ റബ്ബറിന് പ്രഖ്യാപിച്ചതിന് ശേഷം അതേപ്പറ്റി ഇത്തവണ ഒന്നും പറയാത്തവർ, എല്ലാ കാര്യങ്ങളിലും വാഗ്ദാന ലംഘനം മാത്രമാണുള്ളത്. ഈ വാഗ്ദാന ലംഘനങ്ങൾ നടത്തിയവർക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ഐക്യജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. കേരളത്തിലുടനീളം പ്രതിപക്ഷ നേതാവിന് സ്വീകരണം കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. തിരുവനന്തപുരത്തെത്തുമ്പോൾ അതിശക്തമായ ഒരു ശബ്ദം, സന്ദേശം വരും. ഈ യുഗം അവസാനിച്ചിരിക്കുന്നു, പിണറായി വിജയൻ്റെ യുഗം അവസാനിച്ചിരിക്കുന്നു, ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരുന്നു. അതിനെല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.